സ്നേക് മാസ്റ്റർ വാവ സുരേഷ് 88ാമത്തെ രാജവെമ്പാലെ നാഗമലയിൽ നിന്നും പിടികൂടി. കഴുതുരുട്ടി ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ നാഗമല എസ്റ്റേറ്റിലെ 1ാം ഡിവിഷനിലെ അങ്കണവാടിക്ക് സമീപത്തെ നീരൊഴുക്കില്ലാത്ത തോട്ടിൽ ഇന്ന് രാവിലെ കണ്ടെത്തിയ രാജവെമ്പാലയെ വനപാലകർ വിവരമറിയിച്ചതിനെ തുടർന്ന് വാവ സുരേഷ് എത്തി പിടികൂടി. ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചെറുതല്ല, കയ്യിൽ നിൽക്കാത്ത സാധനം. നിങ്ങൾ വെറുതെ എനിക്ക് പണി വാങ്ങിച്ചില്ല കേട്ടോ. മെഡിക്കലോട് എടുത്ത കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ നോക്കി നിൽക്കണം കേട്ടോ. ഒന്ന് കയ്യിൽ നിൽക്കാത്ത സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും കിട്ടി എനിക്ക് വിട്ടേ പറ്റും. നിങ്ങൾ ബാക്കിലോട്ട് നിൽക്കണം. ഇവിടെ നിൽക്കുമ്പോൾ ബാക്കിലോട്ട് നിങ്ങൾക്ക് മൊബൈൽ എടുക്കുക. എത്രയ്ക്ക് മൊബൈൽ എടുക്കുക? കുറച്ചൊന്നും മതിയാകും. കഴിഞ്ഞല്ലോ. സഹായിരിക്കും. എല്ലാവരും സഹായിരിക്കും. നമുക്ക് ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ഇത് കടിച്ച് ഞാൻ മരുന്നില്ല. 5 അല്ലെങ്കിൽ 6 മിനിറ്റ്. എന്തായാലും എന്റെ ഇന്നത്തെ ദൗത്യം കൊല്ലം ജില്ലയില് നമ്മുടെ തെന്മല കഴിഞ്ഞിട്ട് നാഗമല എസ്റ്റേറ്റിൽ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ നമ്മുടെ ഇവിടുത്തെ ലയത്തിനടുത്ത് ഇവിടുത്തെ ജീവനക്കാരെ അവിടുത്തെ താമസക്കാര് ഒരു ചെറിയ പാമ്പിനെ കണ്ടു, രാജവെമ്പാലയെ കണ്ടെന്ന് വിളിച്ച് ഞങ്ങളോട് വന്നു. അശ്രാന്ത പ്രശ്നം. 11 മണിക്ക് തുടങ്ങിയ പണി വൈകുന്നേരം 3 മണിക്കാണ് പണി തീർന്നത്. വലിയ പാറയൊക്കെ മറിക്കേണ്ടി വന്നു. എന്നാൽ നമ്മൾ അദ്ദേഹത്തിന് പിടികൂടി. അദ്ദേഹത്തിന് ഏകദേശം 5 വയസ്സിന് താഴെ മാത്രം പ്രായമുള്ള പെൺ രാജവെമ്പാല എന്നറിയപ്പെടുന്ന കിങ് കോബ്ര എന്നറിയപ്പെടുന്ന ഇദ്ദേഹത്തിന്റെ കടിയേറ്റാൽ സാധാരണഗതിയിൽ 5-6 മിനിറ്റിനകത്ത് മരണം സംഭവിക്കും എന്നാണ് ഞാൻ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സിൽ 10 വർഷം കൊണ്ട് ഇങ്ങോട്ട് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ
2015 10-ാം മാസം 21-ാം തീയതി നമ്മുടെ ഭാരതത്തില് 35 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് രാജവെമ്പാലയുടെ കടിയേറ്റ് ഒരാൾ മരണപ്പെടുകയുണ്ടായി. 27 വർഷമായിട്ട് പാമ്പിനെ പിടിക്കുന്ന ഒരാളായിരുന്നു കർണാടകത്തില് ബാംഗ്ലൂരിൽ കർണാടകത്തിൽ ചെക്കമംഗ്ലൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തേയിലത്തോട്ടത്തിൽ ഒരു രാജവെമ്പാലയെ കണ്ടു എന്ന് പറഞ്ഞ് ശ്രീമാൻ വിശ്വനാഥ ഭട്ട് എന്നറിയപ്പെടുന്ന 62 വയസ്സ് പ്രായമുള്ള പാമ്പിനെ ഒരുപാട് പാമ്പുകളെ പിടിച്ച എക്സ്പീരിയൻസ് ഉള്ള ഒരാള് ഒരു രാജവെമ്പാലയെ പിടിച്ചിട്ട് തന്നെ ഫോട്ടോയ്ക്ക് മൊബൈലിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി പേസ് അവർക്ക് വേണ്ടി നിൽക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് കയ്യിൽ വിരലിൽ കടിയേറ്റു. ആ രാജവെമ്പാലയുടെ കടിയേറിട്ട് അദ്ദേഹത്തിന് 5 മിനിറ്റ് മാത്രമേ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ കഴിഞ്ഞു. കാരണം ഒരു ആനയെ കൊല്ലാൻ അളവില് വെനം ഇഞ്ചക്ട് ചെയ്യുന്നു. വിഷം അല്ല, എല്ലാവരും പറഞ്ഞു വിഷം എന്നാണ്. ലോകത്തൊരു പാമ്പിനും വിഷം ഇല്ല എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കുക. വെനം ഒരു ആനയെ കൊല്ലാനുള്ള അളവിന് നമ്മുടെ ശരീരത്തിലേക്ക് വെനം കുത്തിവെക്കുന്നത് കൊണ്ടാണ് പെട്ടെന്ന് രാജവെമ്പാലയുടെ കടിയേറ്റൽ മരണപ്പെടുന്നത്. ഒരു കാരണവശാലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ രാജവെമ്പാലയൊക്കെ പിടിക്കുന്നത് കണ്ടിട്ട് ഒരിക്കലും ഇത് അനുകരിക്കാൻ ശ്രമിക്കരുത്. അങ്ങനെ അനുകരിക്കുന്നതാരും കുട്ടികളാരും അനുകരിക്കുന്നില്ല. മുതിർന്നവർ ഇത് അനുകരിച്ച് കഴിഞ്ഞ 2015 ഏകദേശം 400ഓളം പേർക്ക് ഇത് അനുകരിച്ച് പാമ്പുകടി ഏൽക്കുകയും പാമ്പിനെ എന്താണ് പാമ്പെന്നുള്ളത് പാമ്പിനെ പിടിച്ച് കടി വാങ്ങിക്കുകയും അതിൽ ഏകദേശം 25ഓളം പേര് മരണപ്പെടുകയും ചെയ്തു. എന്റെ ജീവിതത്തിൽ 88ാമത്തെ രാജവെമ്പാലയാണ് ഇന്ന് ഇവിടുന്ന് പിടികൂടുന്നത്. ഏകദേശം ഇതിന്റെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നിട്ട് നിങ്ങൾ വിചാരിക്കും അത് എന്തെങ്കിലും ഇതാണ്. പക്ഷെ ഒരു കാരണം അറിയിക്കുക, രാജവെമ്പാലയുടെ കടി എനിക്കേറ്റാൽ ഒരു 2-3 മണിക്കൂർ മാത്രമേ എനിക്ക് ജീവിക്കാൻ കഴിയും. എന്റെ ശരീരത്തിൽ അതായത് ഇമ്മ്യൂണിറ്റി പവർ, അതായത് ആന്റിബോഡി ഫോം ചെയ്യുന്നതായിട്ട് ഡോക്ടർമാർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഭയമില്ലാതെ ഇവയെ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾക്ക് മറ്റ് ഇതിൽ കാണുമ്പോൾ എല്ലാം പേടിച്ച് ഭയം കൊണ്ടാണ് ചെയ്യുന്നത്. പക്ഷെ എനിക്ക് ഇതിന്റെ കടിയേറ്റ് ഞാൻ പെട്ടെന്ന് കുറെ നേരം അതിജീവിക്കാൻ കഴിയും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എന്റെ ശരീരം പോയത് കൊണ്ടാണ് ഞാൻ ഇവയെ ലാഘവത്തോടെ കൈകാര്യം. ഇതുകൊണ്ട് ഒരു കാരണവശാലും അനുകരിക്കരുത്. അത് 5 മിനിറ്റ് പോലും നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള അവസരം ഉണ്ടാവില്ല. എന്തായാലും വളരെ സന്തോഷം. നമ്മുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. ഈ നല്ലവരായ ഇവിടുത്തെ മാനേജർ സൂപ്രണ്ടിനും ഇവിടെ മറ്റുള്ള എല്ലാ ജീവനക്കാർക്കും എന്റെ വിനീതമായ ഏകദേശം 14 വയസ്സ് പ്രായം വരുന്ന പെൺ രാജവെമ്പാലയ്ക്ക് 17 കിലോയോളം ഭാരവും 17 അടി നീളവും ഉണ്ടായിരുന്നു. പാമ്പിനെ തെന്മല വനപാലകരുടെ നേതൃത്വത്തിൽ ഉൾവനത്തിൽ വിട്ടയച്ചു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.